വീട്ടുവളപ്പിൽ വലിയ ആളുകളുടെ സാന്നിധ്യമാണ്. ഇനിയും ഒരുപക്ഷെ മൃതദേഹം അങ്ങോട്ടേക്ക് എത്തിക്കഴിയുമ്പോൾ കൂടുതൽ ആളുകൾ എത്താൻ സാധ്യതയുണ്ട്. 4 മണിക്ക് ശേഷം സംസ്കാരം നടത്താനാണ്. അമ്മ വന്നു കഴിഞ്ഞാൽ ആ അമ്മയ്ക്ക് വളരെ കുറച്ച് സമയം മാത്രമാണ് തൻ്റെ പൊന്നുമോനെ അവസാനമായി കാണാൻ കിട്ടുക. എങ്ങനെയാണ്, എത്താറായോ? ഇപ്പോൾ ആകാശ ദൃശ്യങ്ങളാണ് കാണുന്നത്. വീട്ടിലേക്ക് എത്താറായോ മിഥുൻ അവസാനമായി? വിലാപയാത്ര വീട്ടിലേക്ക് എത്താറായിരിക്കുകയാണ്. തൊട്ടടുത്ത ജംഗ്ഷനിലേക്ക് വിലാപയാത്ര എത്തുകയാണ്. ആ വിലാപയാത്രയ്ക്കൊപ്പം തന്നെ ഒരുപാട് സ്നേഹിതരും ഉറ്റവരുമുണ്ട്. അതിനോടൊപ്പം മിഥുനെ കാണാൻ രാവിലെ മുതൽ വീട്ടു പരിസരത്ത് നിൽക്കുന്ന സാധ്യമായ ഇടങ്ങളിലൊക്കെ ഈ വീടിൻ്റെ ഉമ്മറവും നോക്കി ആളുകൾ നിൽക്കുകയാണ്. അത്രമാത്രം സ്നേഹം ഇവർക്ക് മിഥുനോടുണ്ട്. ആ സ്നേഹം അറിയിക്കുക, ഒടുവിലത്തെ കാഴ്ചയിൽ ആ സ്നേഹം മുഴുവൻ അറിയിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇവരെല്ലാവരും വന്നു നിൽക്കുന്നത്. വിലാപയാത്ര എന്തായാലും മിനിറ്റുകൾക്കുള്ളിൽ വീട്ടിലേക്ക് പ്രവേശിക്കും. തൊട്ടടുത്ത ജംഗ്ഷനിലേക്ക് വിലാപയാത്ര കടന്നിട്ടുണ്ട്. അതിനുശേഷം തൊട്ട് പിന്നാലെ അമ്മയും എത്താനുള്ള സാധ്യതയുണ്ട്. എന്തായാലും ദിവി സൂചിപ്പിച്ചതുപോലെ അമ്മയ്ക്ക് മകനെ കാണാൻ ഈ അല്പ നിമിഷങ്ങൾ മാത്രമേ ഉള്ളൂ. കാരണം എത്തിക്കഴിഞ്ഞാൽ പിന്നീട് ഏതാണ്ട് 5 മണിക്ക് സംസ്കാര ചടങ്ങ് നടക്കുമെന്നാണ് ഇന്നലെ അറിയിച്ചിരുന്നത്. അപ്പോൾ അമ്മ എത്തുമ്പോൾ അവസാന നിമിഷം ചുരുങ്ങിയതാണ്. ഒരു ജീവിതകാലം മുഴുവനുള്ള സ്നേഹം നൽകാൻ തയ്യാറായിരുന്ന അച്ചമ്മയുണ്ട്. അച്ചമ്മയ്ക്കും അതേ അവസ്ഥ തന്നെയാണ്. കാരണം ഈ വാർത്ത അറിഞ്ഞതിന് ശേഷം മകനെ കാണണമെന്നാണ് പല ആവർത്തി പറഞ്ഞുകൊണ്ടിരുന്നത്. അമ്മയെ കാണിക്കാം എന്ന് പറഞ്ഞ് സാന്ത്വനിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും അതിലൊന്നും അമ്മയുടെ ആ തേങ്ങൽ അടങ്ങിയിരുന്നില്ല. ഒടുവിൽ അമ്മ തളർന്ന് അവശയായിരിക്കുകയാണ്. ഒടുവിലത്തെ യാത്രയ്ക്ക് മുൻപുള്ള നിമിഷങ്ങളാണ്. ഇപ്പോൾ ഏറ്റവും പ്രിയപ്പെട്ട ഇടത്തു നിന്നാണ് യാത്ര തിരിച്ചിരിക്കുന്നത്. അതായത് പ്രിയപ്പെട്ട ഇടമെന്ന് പറഞ്ഞ് 8ാം ക്ലാസ്സുകാരൻ അവൻ്റെ ബോധ്യങ്ങളിൽ, അവൻ്റെ ലക്ഷ്യങ്ങളിലേക്ക് വഴി തെളിക്കുന്ന രീതിയിലേക്കുള്ള ശരികളാണ്, അല്ലെങ്കിൽ അവൻ്റെ ലക്ഷ്യങ്ങളിലേക്ക് ഉള്ള യാത്രയിൽ ആ സ്കൂളാണ് നല്ലത്, അവിടെ NCC ഉണ്ട് എന്ന തിരിച്ചറിവിൽ ആ സ്കൂളിലേക്ക് ഒരു തീരുമാനമെടുക്കുന്നു, അഭിപ്രായം പറയുന്നു, അങ്ങനെ സ്കൂളിലേക്ക് പോകുന്നു. അങ്ങനെ പ്രിയപ്പെട്ടൊരിടമാകേണ്ട സ്ഥലത്ത് നിന്നാണ് ഇപ്പോൾ യാത്ര തിരിച്ചിരിക്കുന്നത്. എല്ലാ യാത്രയും എല്ലാ മനുഷ്യരെയും ചിരിപ്പിച്ച്, എല്ലാ മനുഷ്യരുടെയും മനസ്സിൽ ഇടം പിടിച്ച് അവരുടെ